ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്ന ഭരണഘടനയെ പിച്ചിച്ചീന്താനും അതിൻ്റെ വൈവിധ്യങ്ങളെ തകർക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഒരു സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖലീൽ ജിബ്രാൻ പറയുന്ന ഒരു കഥയുണ്ട്. ഖലീൽ ജിബ്രാൻ്റെ നാട്ടിലൂടെ ഒരു എണ്ണക്കച്ചവടക്കാരൻ നല്ല ശുദ്ധമായ ഒലീവെണ്ണ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു. ഒരു വീട്ടമ്മ ഓടിച്ചെന്ന് ആ എണ്ണക്കച്ചവടക്കാരനുമായി സംസാരിക്കുകയും പണം കൊടുത്ത് എണ്ണ വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടക്ക് ആ സ്ത്രീ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളേത് മതവിഭാഗക്കാരനാണ്? ആ എണ്ണക്കച്ചവടക്കാരൻ മറുപടി പറയുന്നു, ഞാനൊരു മെറോനേറ്റ് മതവിഭാഗക്കാരനാണ്. നിങ്ങൾ മെറോനേറ്റ് മതവിഭാഗക്കാരനാണെങ്കിൽ നിങ്ങളുടെ എണ്ണ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവരുടെ എണ്ണപാത്രം തട്ടിപ്പറിച്ച് അവർ വീട്ടിലേക്ക് ഓടുകയാണ്. ഈ കാഴ്ച കണ്ട ഖലീൽ ജിബ്രാൻ തൻ്റെ പിതാവിനോട് ഈ വിഷയം പറയുന്നു. എണ്ണ കച്ചവടം നടത്താൻ വേണ്ടി കടന്നു വന്ന ഒരു മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് അപമാനിക്കപ്പെടുന്നു. ആ സഹോദരനോട് മാപ്പ് പറയാൻ വേണ്ടി ഖലീൽ ജിബ്രാൻ്റെ പിതാവ് ആ എണ്ണക്കച്ചവടക്കാരനെ അന്വേഷിച്ചു നടക്കുന്നു. ഏതോ ഒരു ഭാഗത്ത് വെച്ച് ആ എണ്ണക്കച്ചവടക്കാരനെ കാണുമ്പോൾ ഖലീൽ ജിബ്രാൻ്റെ പിതാവ് അദ്ദേഹത്തോട് മാപ്പ് പറയുന്നു. ഞങ്ങളുടെ നാട്ടിലേക്ക് എണ്ണ കച്ചവടം നടത്താൻ കടന്നു വന്ന് അപമാനിക്കപ്പെട്ടു പോയതിൻ്റെ പേരിൽ ഈ നാടിന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ അതിഥിയായി ഞങ്ങളുടെ വിരുന്ന് നിങ്ങൾ സ്വീകരിക്കണമെന്ന്. ആ സമയത്ത് ആ എണ്ണക്കച്ചവടക്കാരൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ആതിഥേയം, നിങ്ങളുടെ അതിഥിയായി കടന്നു വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് നിങ്ങളുടെ മതമേതെന്നറിയണം. ആ സമയത്ത് ഖലീൽ ജിബ്രാൻ്റെ പിതാവ് പറയുന്നു, ഞാനൊരു ഗ്രീക്ക് ഓർത്തഡോക്സ് മതവിഭാഗക്കാരനാണ്. നിങ്ങൾ ഗ്രീക്ക് ഓർത്തഡോക്സ് മതവിഭാഗക്കാരനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ എണ്ണക്കച്ചവടക്കാരൻ അവിടെ നിന്ന് യാത്ര പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് മതമെന്ന് പറയുന്നത് ഈ തലത്തിലേക്ക് രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളായി ചരിത്രത്തിൽ മാറ്റപ്പെട്ടു പോയതിനെയാണ് ഒരു കഥയിലൂടെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടുന്ന പാർലമെന്റേറിയൻ MP വീരേന്ദ്രകുമാർ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഒരു ടാക്സിയും വിളിച്ച് യാത്ര പോകുമ്പോൾ ടാക്സിയുടെ ഡ്രൈവറോട് അദ്ദേഹം ചോദിക്കുന്നു, ആപ്കാ നാം ക്യാ ഹേ? നിങ്ങളുടെ പേരെന്താ? ഡൽഹിയിലെ സാധാരണക്കാരനായ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. ആവർത്തിച്ച് പേര് ചോദിച്ചെങ്കിലും പറയാൻ തയ്യാറാവുന്നില്ല. അവസാനം MP വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന പാർലമെന്റേറിയനോട് ആ ഡ്രൈവറുടെ മറുപടി, നിങ്ങൾക്കെൻ്റെ പേര് എന്തു വേണമെങ്കിലും വിളിക്കാം. ഞാനൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ മതമറിയും, മതമറിഞ്ഞാൽ നമ്മൾ തമ്മിൽ പ്രശ്നമായി മാറും എന്ന് സൂചിപ്പിക്കപ്പെടുന്നിടത്തേക്ക് ഇന്ത്യ രാജ്യത്ത് ഒരു സാധാരണക്കാരനായ ഡ്രൈവർ മാറിപ്പോയത് എങ്ങനെയെന്ന് വളരെ ഗൗരവത്തോടുകൂടി പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് 2 രാജ്യങ്ങളാണ് ഒരേ സമയം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത്, ഇന്ത്യയും പാകിസ്ഥാനും. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ അവരുടെ സ്വാതന്ത്ര്യം നേടുന്നത് എങ്കിൽ
മതേതര ജനാധിപത്യത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു മതത്തോടും പ്രത്യേകമായ മമതയില്ലാതെ ലോകത്ത് ഒരു മതത്തെയും പ്രത്യേകമായി അംഗീകരിക്കുകയോ പ്രത്യേകമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുകയോ ചെയ്തുകൊണ്ടല്ല ഇന്ത്യ രാജ്യം മതേതര റിപ്പബ്ലിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കപ്പെടുന്നു. 1955 പൗരത്വ നിയമം ഇന്ത്യ രാജ്യത്ത് കടന്നു വരുന്നു. ഇന്ത്യയിൽ ജനിച്ചവരൊക്കെ ഇന്ത്യക്കാരാണ് എന്നാണ് ഇന്ത്യയിലെ പൗരത്വ നിയമം. നെഹ്റുവിനെ പോലുള്ള ഈ രാജ്യത്തെ തലമുതിർന്ന നേതാക്കന്മാർ നേതൃത്വം നൽകിയ സദസ്സിൽ 1955 ഈ പൗരത്വ നിയമം കടന്നു വരുമ്പോൾ അന്ന് തന്നെ അതിനെതിരെ പ്രതികരിച്ചവരുണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ കപട ദേശീയതയുടെ സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ തകർക്കാൻ ശ്രമിച്ചവർ 1955 ഈ രാജ്യത്തുണ്ട്. ആലോചിക്കണം നമ്മൾ. അവരാണ് ഈ രാജ്യത്തിന്റെ മഹാത്മജിയുടെ ശരീരത്തിലേക്ക് വെടിയുണ്ടകൾ പായിച്ച ഗോഡ്സെയുടെ കഥകളുമായി കേരളക്കരയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ കേരളക്കരയിൽ എത്ര MG റോഡുകളുണ്ട്. എന്താ MG റോഡുകൾ എന്ന് പറഞ്ഞാൽ? മഹാത്മാഗാന്ധി റോഡുകളാണ്. ആ MG റോഡുകൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് NG റോഡുകളായി മാറിയത്? നാഥുറാം ഗോഡ്സെ റോഡുകളായി ആ റോഡുകൾ മാറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കാനുള്ള പൂർണ്ണമായ ആ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെയാണ് നമുക്ക് ഈ ഭരണഘടനാ സമ്മേളനത്തിൽ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഹൈന്ദവ മതവിശ്വാസിയായ ഗാന്ധിജിയുടെ കൂടെ, ഇസ്ലാം മതവിശ്വാസിയായ മൗലാന അബുൽ കലാം ആസാദിൻ്റെ കൂടെ ഒരു മതത്തിലും പ്രത്യേകമായ താല്പര്യമില്ലാത്ത നിഷ്പക്ഷമതിയായ നെഹ്റുവിൻ്റെ ചരിത്രം ഈ രാജ്യത്തിന് വിളിച്ചു പറയാനുണ്ട്. കേരള ഗാന്ധിയായ K കേളപ്പന്റെ ചരിത്രം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് അതിർത്തി ഗാന്ധിയായ ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ ചരിത്രം പറയുമ്പോഴാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചരിത്രം പറയുമ്പോൾ കൂടെ ഒരു KP കേശവമേനോന്റെ ചരിത്രമുണ്ട്. മമ്പുറം തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ കൂടെ ഒരു കോന്തുനായരുടെ ചരിത്രമുണ്ട്. കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം പറയുമ്പോൾ അവിടെ ഒരു മങ്ങാട്ടച്ചനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ വേർതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാത്മജിയെ കൊലപ്പെടുത്താനുള്ള ശ്രമം 8ാമത്തെ തവണയാണ് നാഥുറാം വിനായക് ഗോഡ്സെ മഹാത്മജിയെ കൊലപ്പെടുത്തുന്നത് എന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മളെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചരിത്രം വിസ്മരിക്കപ്പെടുകയും ചരിത്രത്തിൻ്റെ അപനിർമ്മിതികൾ കടന്നു വന്നുകൊണ്ട് അത് ചരിത്രമായി തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇതല്ല ഈ രാജ്യത്തിൻ്റെ ചരിത്രമെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിലേക്ക് തൻ്റെ പേരക്കുട്ടിയുടെ ചോറൂട്ടിന് വേണ്ടി കടന്നു വരുമ്പോൾ രാവിലെ 4 മണിക്ക് അവിടെ നിന്ന് കടന്നു വന്ന് ആ ചോറൂട്ട് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് വേദപാരായണവും പള്ളിയിൽ നിന്ന് സുബഹി ബാങ്കും കൊടുക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ ONV കുറുപ്പ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. എല്ലാം കായ്ക്കുന്നു, എല്ലാം പൂക്കുന്നു, എല്ലാത്തിനും വളക്കൂറുള്ളത് ഈ നിലം, എല്ലാ മതങ്ങൾക്കും ജനിക്കാൻ അവസരം നൽകി ഒരുപാട് മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഈ രാജ്യത്തിനുള്ളത് എന്ന് പാട്ട് പാടിയ അതേ ONVയെ കൊണ്ട് തന്നെ ഗുജറാത്തിൻ്റെ തെരുവീതികളിൽ ഗർഭിണിയായ പെൺകുട്ടിയുടെ ശരീരത്തിനകത്തെ കുഞ്ഞിനെ പുറത്തേക്കെടുത്ത് തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കരാളഹസ്തങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന പെൺകുട്ടിയുടെ ചരിത്രം തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ ഈ രാജ്യത്ത് അയവറക്കേണ്ടി വന്നപ്പോൾ ആ ONV തന്നെ പാട്ട് പാടിയിട്ടില്ലേ? കൊട്ടുക, മുറിക്കുക, പങ്കുവെക്കുക, ഗ്രാമം പത്തനം ജനപദമൊക്കെയും കൊന്നും തിന്നും വാഴുക, പുലികളായി സിംഹങ്ങളായി മർത്യരാവുക മാത്രം വയ്യ എന്ന മനുഷ്യനാകാൻ കഴിയാതെ മതത്തിൻ്റെ പേര് നോക്കി അല്ലെങ്കിൽ തുണി വലത്തോട്ടാണോ ഇടത്തോട്ടാണോ ഉടുത്തത് എന്ന് നോക്കി നെറ്റിത്തടത്തിൽ ചന്ദനം പൂശിയിട്ടുണ്ടോ എന്ന് നോക്കി തൻ്റെ മാലയിൽ കുരിശു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി കൊല്ലാനും കൊലപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്ത് ഭരണകൂടത്തിൻ്റെ
സപ്പോർട്ടോടുകൂടി കടന്നു വരുമ്പോ അതപകടമാണ് എന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്ത് പറയേണ്ട ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. ഏതാണ് ഈ രാജ്യം? മഹാരാഷ്ട്രയിലെ ഗണേശ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ പ്രസവ വേദനയുമായി കടന്നു പോകുന്ന ഒരു പെൺകുട്ടി, നൂറുദ്ദീൻ ഷെയ്ഖ എന്നാണ് അവരുടെ പേര്. നൂറുദ്ദീൻ ഷെയ്ഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പ്രസവ വേദനയുമായി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവളെങ്ങാനും തൻ്റെ ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചു പോകുമോ എന്ന ആ സമയത്തെ ചിന്തയുടെ ബലത്തിൽ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ നൂറുദ്ദീൻ ഷെയ്ഖ എന്ന് പറയുന്ന പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിടുന്നു. ആ പെൺകുട്ടി തെറിച്ചു വീഴുന്നത് മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായ ഗണേശ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക്. ആ ഗണേശ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് പ്രസവ വേദനയുമായി തെറിച്ചു വീഴുന്ന ആ പെൺകുട്ടിയെ അമ്പലത്തിലേക്ക് പൂജകൾക്ക് വേണ്ടി കടന്നു വന്ന ഹൈന്ദവ മതവിശ്വാസികൾ അമ്പലത്തിനകത്ത് കൊണ്ടുപോവുകയും അവരുടെ സാരി കൊണ്ട് മറച്ചു പിടിച്ച് ആ പെൺകുട്ടിക്ക് പ്രസവത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. മുസ്ലിമായ നൂറുദ്ദീൻ ഷെയ്ഖക്ക് പ്രസവത്തിനുള്ള സൗകര്യം ഗണേശ ക്ഷേത്രത്തിനകത്ത് ചെയ്തു കൊടുത്ത പാരമ്പര്യം പറയുന്ന ഇന്ത്യ രാജ്യത്ത് പ്രിയപ്പെട്ടവരെ തീവ്രവാദത്തിന് സ്ഥാനമില്ലെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചരിത്രം നമ്മൾ പഠിച്ചതാ. 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദിന്റെ താഴികക്കൂടങ്ങൾ തകർന്നു വീണു എന്നുള്ളത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ചങ്കിനറ്റ പ്രഹരമായിരുന്നു. സംശയമില്ല. ഒരു പറ്റം വരുന്ന സംഘപരിവാരി ചിന്താഗതിയുള്ള തീവ്രവാദത്തിന്റെ ചെറുപ്പക്കാർ ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി കടന്നു വരുമ്പോ നിങ്ങൾ ഈ പള്ളിയെ തകർക്കരുത്, നിങ്ങൾ ഈ മന്ദിരം തകർക്കരുത് എന്നാവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു. ആ മഹാനായ മനുഷ്യൻ ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാമായിരുന്നില്ല. ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു പള്ളിയിൽ മുസ്ലിമീങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നവനായിരുന്നില്ല. ഒരു മുസ്ലിം പോലുമല്ലാത്ത കാഷായ വസ്ത്രം ധരിച്ച് നെറ്റിത്തടത്തിൽ ചന്ദനം പൂശിയ സ്വാമി മെഹന്ദിലാൽ ദാസ് ആയിരുന്നു അത്. ആ സ്വാമി മെഹന്ദിലാൽ ദാസിന്റെ ശരീരത്തിലേക്ക് കഠാര കുത്തിയിറക്കിയിട്ടാണ് ഈ ഒരു പറ്റം വരുന്ന ചെറുപ്പക്കാർ ബാബരി മസ്ജിദിന്റെ താഴികക്കൂടങ്ങൾ തകർത്ത് താഴെയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആവർത്തിച്ചു പറയട്ടെ, ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ മതവിശ്വാസികൾ ഈ സ്വാമി മെഹന്ദിലാൽ ദാസിന്റെ പിന്മുറക്കാരാ. ഈ സ്വാമി മെഹന്ദിലാൽ ദാസിന്റെ പിന്മുറക്കാരാണ്. അതല്ലാതെ പള്ളിയെ തകർത്തവരുടെ പാരമ്പര്യം ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവനില്ല. ഇവിടെ ഇടക്കാലത്ത് ഒരു അധ്യാപകൻ ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കി. അള്ളാഹുവും പ്രവാചകനും തമ്മിലുള്ള സംഭാഷണം എന്ന് പറഞ്ഞ് മൃഗത്തിന്റെ പേര് വിളിച്ച് തെറി പറയുന്ന ഒരു ചോദ്യ പേപ്പർ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയപ്പോ ഈ രാജ്യത്തെ കേരളക്കരയിലെ മുഴുവൻ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും അതിനെതിരെ പ്രതികരിച്ചു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മതവിഭാഗം അദ്ദേഹത്തിനെതിരെ പ്രസ്താവന ഇറക്കി. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അതിനിടയ്ക്ക് ഒരു പറ്റം ചെറുപ്പക്കാർ ചെന്ന് ആ അധ്യാപകന്റെ കൈകൾ മുറിച്ചു മാറ്റി. എന്താ സംഭവിച്ചത്? അത്രയും സമയം ആ അധ്യാപകനെതിരെ പ്രതികരിച്ചവർ നേരെ ഈ അധ്യാപകന്റെ പാളയത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മതത്തിന്റെ സംരക്ഷണത്തിന് ഈ ഭൗതികമായ ഒരു ആർമിയുടെയും ആവശ്യമില്ല എന്ന നമ്മൾ പറയുന്നു. ആ അധ്യാപകൻ ചെയ്തത് മതനിന്ദയാണ്. ആ അധ്യാപകൻ ചെയ്തത് ദൈവനിന്ദയാണ്. ആ അധ്യാപകൻ ചെയ്തത് തീവ്രവാദ പ്രവർത്തനങ്ങളാണ്. എങ്കിൽ അതേ ആവേശത്തോടെ നമ്മൾ പറയും, ആ അധ്യാപകന്റെ കൈകൾ വെട്ടിമാറ്റിയവരും ചെയ്തിട്ടുള്ളത് അതേ തീവ്രവാദമാണ്, അതേ മതനിന്ദയാണ്, അതേ ദൈവനിന്ദയാണ് എന്ന് പറയാൻ നമുക്കൊരു മടിയുമില്ല. ഇതാണ് ഈ രാജ്യത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനപൂർണമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്കുള്ള നമ്മുടെ ശ്രമങ്ങളായി മാറേണ്ടത്. ഈ രാജ്യത്ത് ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ അന്തസത്തയെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരമായ അതിൻ്റെ കടന്നുപോക്കുകളെക്കുറിച്ചും പ്രയാണങ്ങളെക്കുറിച്ചുമൊക്കെ നേരത്തെ ഇവിടെയുള്ള പലരും ഇവിടെ സവിസ്തരം സംസാരിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായം ഈ രൂപത്തിലുള്ള ഭരണഘടനയുടെ നിർമ്മാണത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ
പങ്കെന്ത് എന്ന് ചോദിച്ചാൽ അതിന് പറയാനുള്ള ഉത്തരം അംബേദ്കറെ ഈ രാജ്യത്തിന് സമ്മാനിച്ചത് ഈ സമുദായമായിരുന്നു എന്നുള്ളതാണ്. അവിടെ ചരിത്രം ഇവിടെ പരാമർശിച്ചവർ ഒരുപക്ഷെ ആ ചരിത്രം ഇവിടെ പറയാതെ പോയിട്ടുണ്ട്. വിമോചനത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന കല്ലറ സുകുമാരൻ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മൗണ്ട് ബാറ്റൻ പ്രഭു ഈ രാജ്യത്തെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് രൂപീകരിക്കാൻ അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ കമ്മിറ്റിയുടെ ചെയർമാനായി അംബേദ്കറെ കാണുകയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ച പ്രശ്നം എന്താ? നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൻ്റെ നാടായ ജന്മനാടായിട്ടുള്ള മഹാരാഷ്ട്രയിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് അവിടത്തെ സവർണ ജാതി വിഭാഗം, താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറഞ്ഞ് അംബേദ്കറെ പരാജയപ്പെടുത്തുന്നു. രണ്ടാമത് അംബേദ്കർ എവിടുന്ന മത്സരിച്ചത്? അദ്ദേഹം മദ്രാസിൽ വെച്ച് മത്സരിക്കുന്നു. മദ്രാസിൽ വെച്ച് മത്സരിക്കുമ്പോഴും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തത് ഇവിടത്തെ ഈ രൂപത്തിലുള്ള സവർണ ജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. പിന്നെന്താ? അദ്ദേഹം ഭരണനിർമ്മാണ സഭയിൽ കടന്നു വരികയും ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ മെമ്പറാവുകയും ചെയ്യാനുള്ള ആലോചനയുടെ ഭാഗമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സർവേന്ത്യ ലീഗിന്റെ നേതാവ് മുഹമ്മദ് അലി ജിന്ന അദ്ദേഹം യോഗേന്ദ്രനാഥ് മണ്ഡലുമായി സംസാരിക്കുകയും ബംഗാളിലെ ഒരു സീറ്റ് അദ്ദേഹത്തിന് വേണ്ടി അന്ന് ബംഗാൾ ഭരിക്കുന്ന ഹുസൈൻ ഷഹീദ് സുഹ്രവർത്തിയോട് ചോദിച്ച് അവിടുത്തെ ഒരു സീറ്റ് നേടുകയും ആ സീറ്റിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അവരുടെ പ്രവർത്തകരോട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത് ആ സമുദായത്തിന്റെ പിന്തുണയോടുകൂടിയാണ് അംബേദ്കർ ഈ രാജ്യത്തിന്റെ ഭരണഘടന ശില്പിയായി മാറുമ്പോൾ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന ചരിത്രം നമ്മളുടെ വായിക്കപ്പെടേണ്ടതുണ്ട്. ഈ സമുദായം എന്നും ഈ രാജ്യത്തിന്റെ കൂടെയാണ് നിന്നത്. വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ പ്രഭാഷണങ്ങൾ നടത്തിയ മഹാനായ മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നു, നിങ്ങൾക്ക് ഈ രാജ്യത്ത് വേണ്ടത് സ്വാതന്ത്ര്യമാണോ അതല്ല ഹിന്ദു മുസ്ലിം മൈത്രിയാണോ? എന്താ അദ്ദേഹത്തിന്റെ മറുപടി? കുത്തബ് മിനാറിന്റെ മുകളിൽ ഒരു മാലാഖ കടന്നു വന്ന് 1000 തവണ നിങ്ങൾക്ക് വേണ്ടത് ഹിന്ദു മുസ്ലിം മൈത്രിയാണോ അതല്ല സ്വാതന്ത്ര്യമാണോ എന്ന് ചോദിച്ചാൽ ഈ അബുൽ കലാമിന് പറയാനുള്ളത് ഇന്ത്യ രാജ്യത്ത് ഹിന്ദു മുസ്ലിം മൈത്രിയാണ് വേണ്ടത് എന്ന. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു ഇന്ത്യയുടെ ചരിത്രവും അതായിരുന്നു ഇന്ത്യയുടെ പാരമ്പര്യവും എന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് വേണ്ടത്. വളരെ സങ്കടകരമായ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ രാജ്യത്ത് ബോധപൂർവം ഈ രാജ്യത്ത് ഇരട്ട നീതികൾ പലപ്പോഴും കടന്നു വരുന്നു. അതിനെതിരെ പ്രതികരിക്കാൻ നജീബ് അഹമ്മദ് എന്ന് പറയുന്ന മകൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുമ്മയുടെ കരച്ചിൽ ഇന്നും ഈ രാജ്യത്ത് കേൾക്കുകയാണ്. രോഹിത് വെമുലയെ, കൽബുർഗിയെ കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അവരൊക്കെ ഒരു വേദനയായി ഈ രാജ്യത്ത് മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെങ്കിലും ഈ ഭരണഘടനയുടെ സംരക്ഷണത്തിന് അവിടെ മതജാതി ഭേദമന്യേ ഒരുമിച്ച് നിൽക്കാൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ ആ രൂപത്തിൽ തീവ്രവാദ ചിന്താഗതിയിലേക്ക് കടന്നു പോകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയോ, കർണാടകയിലെ നിസാറുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ രാജ്യത്തെ ഭരണഘടനയാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളാണ്. അദ്ദേഹം 23 വർഷക്കാലം ജയിലിൽ കടന്ന് 23 വർഷക്കാലം ജയിലിൽ കടന്ന് ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തേണ്ടത് കോടതികളാണ്. ഇന്ത്യൻ എക്സ്പ്രസ് പത്രം അദ്ദേഹം തൻ്റെ ഉമ്മയെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, എന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്
എൻ്റെ പ്രായം 20 ഇന്നെൻ്റെ പ്രായം 43. 23 വർഷക്കാലം ഞാൻ ജയിലിലായിരുന്നു. ഞാൻ ജയിലിലകപ്പെടുന്ന സമയത്ത് എനിക്ക് 12 വയസ്സുള്ള ഒരു പെങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആ പെങ്ങൾക്ക് 12 വയസ്സുള്ള ഒരു മകളുണ്ട്. ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എനിക്ക് എന്നെക്കാൾ 2 വയസ്സ് കുറവുള്ള ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. ഇന്ന് അവൾ ഒരു വല്ലുമ്മയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞത്, ഐ ആം നോട്ട് എ നിസാറുദ്ദീൻ അഹമ്മദ്, ഐ ആം എ ഡെഡ് ബോഡി. 23 വർഷം ജയിലിൽ കിടന്നിട്ട് എൻ്റെ പേരിൽ എന്താണ് ശിക്ഷ എന്ന് പോലും പറയാൻ കഴിയാത്ത രൂപത്തിൽ വേട്ടയാടപ്പെടുന്ന രൂപങ്ങൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയണം. ഇവിടെ മാധ്യമ ഭീകരത മറുഭാഗത്തുണ്ടല്ലോ. അമേരിക്കയിലെ ടെക്സാസ് എന്ന പറയുന്ന വലിയ പ്രവിശ്യയിലെ പ്രസിദ്ധമായ ഒരു പാർക്കിലെ ഒരു മൂലയിലിരുന്ന് ഒരു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ പിതാവ് എന്തോ ഒരാവശ്യത്തിന് വേണ്ടി മറ്റൊരു ഭാഗത്തേക്ക് പോയതാ. ആ കുഞ്ഞിൻ്റെ നേരെ ഒരു വേട്ടപ്പട്ടി ഓടി വരുന്നു. ഈ കാഴ്ച കാണുന്ന ആ പാർക്കിലിരിക്കുന്ന ഒരു സാധാരണക്കാരനായ സുഹൃത്ത് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു തോക്കെടുത്ത് ആ വേട്ടപ്പട്ടിയെ, ഈ കുഞ്ഞിന് നേരെ പാഞ്ഞെടുക്കുന്ന ആ വേട്ടപ്പട്ടിയെ വെടിവെച്ച് വീഴ്ത്തി. എന്താ ഈ കാഴ്ച കാണുന്ന അമേരിക്കയിലെ പ്രസിദ്ധനായ ഒരു പത്രപ്രവർത്തകൻ, ആ പത്രപ്രവർത്തകൻ ഓടി വന്ന് ഈ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ ഞങ്ങളുടെ പത്രത്തിൽ നിങ്ങളെക്കുറിച്ചൊരു വാർത്ത കൊടുക്കും. എന്താ വാർത്ത? എ ബ്രേവ് അമേരിക്കൻ സേവ്ഡ് എ ചൈൽഡ്. ഒരു ധീരനായ അമേരിക്കക്കാരൻ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അമേരിക്കക്കാരനല്ല. അപ്പൊ പത്രപ്രവർത്തകൻ പറയുന്നു, എ ബ്രേവ് യൂറോപ്യൻ സേവ്ഡ് എ ചൈൽഡ്. ഒരു ധീരനായ യൂറോപ്പുകാരൻ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വാർത്ത കൊടുക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ യൂറോപ്പുകാരനുമല്ല. പിന്നെ നിങ്ങൾ ഏത് രാജ്യക്കാരനാ? ഞാൻ സൗദി അറേബ്യക്കാരനാ. ശരി, നാളത്തെ പത്രത്തിൽ നിങ്ങളെക്കുറിച്ചൊരു വാർത്ത കാണാം. പിറ്റേ ദിവസത്തെ പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്ത എന്താ? An Islamic terrorist shoot an American dog in front of an innocent child. ഒരു ഇസ്ലാമിക തീവ്രവാദി ഒരു പിഞ്ചു കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ഒരു നായയെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. ഇതാണ് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ ഭീകരത എന്ന് പറയുന്നത്. അവിടെ ആ രൂപത്തിൽ ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ സപ്പോർട്ടോടുകൂടി ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർക്കെതിരെ കൂടി നമുക്ക് അവരെ കൂടി ഒറ്റപ്പെടുത്തുകയും ഈ രാജ്യത്തിൻ്റെ സഹവർത്തിത്വത്തെയും ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ, ഇന്ത്യ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന് പറയുന്നത് അസംബ്ലിയിൽ പാടി തീർക്കാനുള്ളതല്ല, ജീവിതത്തിലൂടെ തെളിയിക്കാൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും KP കേശവമേനോനും ജയിലിലകപ്പെട്ട സമയത്ത് KP കേശവമേനോന്റെ മുണ്ട് വിരിച്ച് ആ മുണ്ടിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നമസ്കരിച്ചത്. ഇത് ഇന്ത്യയുടെ പാരമ്പര്യം. ഞാൻ അവസാനിപ്പിക്കട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു പോയപ്പോ മതങ്ങളായ മതങ്ങളിലൊക്കെ ജാതീയ ചിന്തകളുണ്ടെന്നും ആ ജാതീയ ചിന്തകളും അതിന് നേതൃത്വം നൽകുന്ന പുരോഹിതന്മാരുമൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി ഈ സ്ഥാപനത്തിൻ്റെ വേദിയിൽ നിന്ന് പറയട്ടെ, ഇസ്ലാമിക സംസ്കാരത്തിൽ ഒരു ജാതിയുമില്ല. അവിടെ ആ നിലയ്ക്ക് ഒരു പൗരോഹിത്യത്തിൻ്റെയും നേതൃത്വം ആ നിലയ്ക്ക് ഇസ്ലാമിനെ വക്രീകരിക്കാൻ ആവശ്യമില്ല എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കട്ടെ. മക്കം ഫത്ഹിന്റെ സന്ദർഭം, ഇസ്ലാമിക സമൂഹത്തിന് കീഴിൽ പരിശുദ്ധമായ കഅബാലയം കടന്നു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ വാതിൽ തുറന്ന് 2 റക്അത്ത് നമസ്കരിച്ച് അവിടെ നിന്ന് പുറത്തു വന്ന് ഈ കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിക്കാൻ ആരെ ചുമതലയേൽപ്പിക്കണം എന്ന ചർച്ച നടക്കുന്ന സമയം തൻ്റെ പ്രിയപ്പെട്ട അബൂബക്കർ കൂടെയുണ്ട്, തൻ്റെ മരുമകനായ അലി കൂടെയുണ്ട് റളിയല്ലാഹു അൻഹും, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഉൾപ്പെടുന്ന ആ സദസ്സിൽ നിന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് ആ സമയം വരെ മുസ്ലിം അല്ലാത്ത ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കൈകളിലാണ്. അത്രയും കാലം ഉസ്മാൻ ഇബ്നു ത്വൽഹയാണ് കഅബയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് എങ്കിൽ ഇന്ന് നമ്മുടെ അധീനതയിൽ കഅബ കടന്നു വരുമ്പോഴും അതിൻ്റെ സംരക്ഷണ ചുമതല ഉസ്മാൻ ഇബ്നു ത്വൽഹയെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. പിൽക്കാലത്ത് അദ്ദേഹം മുസ്ലിമായി. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതര മതസ്ഥരിൽപ്പെട്ട ഒരു സഹോദരനെ ലോകത്ത് ജനിച്ചു വീഴുന്ന ഏതൊരു മുസ്ലിം സഹോദരനും പവിത്രമായി നോക്കിക്കാണുന്ന കഅബാലയത്തിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കാൻ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണന നൽകി. ഇന്നും ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ പിന്മുറക്കാരാണ് കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിച്ചു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ ലൈസ മിന്നാ, നമ്മളിൽ പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മതത്തിന്റെ പിന്മുറക്കാർ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ, ഈ രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ഭരണഘടനാ സെഷൻ. ഈ സെഷൻ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നാട്ടിൽ അലയൊളികളായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുമയുടെയും സഹാനുഭാവത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.